കേരള രാഷ്ട്രീയത്തിന്റെ ചൂടേറിയ തിരഞ്ഞെടുപ്പ് കാലാവസ്ഥയിൽ ഒരു പ്രചാരണ പോസ്റ്റർ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവെച്ചിരിക്കുകയാണ്. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന സന്ദേശവുമായി മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ചിത്രം മാത്രം മുൻനിർത്തി പുറത്തിറങ്ങിയ പ്രചാരണം LDF ക്യാമ്പിനകത്തും പുറത്തും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. മൂന്നാം തവണയും ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന LDFന് ഈ ഒരു സന്ദേശം തന്നെ തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നതിനിടെ പ്രചാരണ രംഗത്ത് പുതിയൊരു വിവാദം കൂടി ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം മാത്രം ഉൾപ്പെടുത്തി ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന പോസ്റ്ററാണ് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായത്. സംസ്ഥാനത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ പോസ്റ്റർ വികസന നേട്ടങ്ങളെല്ലാം ഒരാൾക്ക് മാത്രമായി ചുരുക്കി കാണിക്കുന്നതാണെന്ന വിമർശനമാണ് ഉയരുന്നത്. എല്ലാവർക്കും തൊഴിൽ നൽകി, ഭൂമി നൽകി, വീട് നൽകി, ഹൈവേ നിർമ്മിച്ചു എന്നിങ്ങനെ സർക്കാർ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതെല്ലാം ചെയ്യാൻ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന തരത്തിലുള്ള സന്ദേശമാണ് പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ തന്നെ അടിസ്ഥാന ആശയമായ കൂട്ടായ്മയും സമുച്ചയ നേതൃത്വവും ഇതിലൂടെ തള്ളിക്കളയപ്പെടുന്നുവെന്ന വിമർശനം ശക്തമാവുകയാണ്. ഒരു വ്യക്തിയെ മാത്രം മുൻനിർത്തി മുഴുവൻ നേട്ടങ്ങളും അവതരിപ്പിക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെയും മന്ത്രിസഭയുടെയും പങ്ക് അവഗണിക്കുന്നതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനോടൊപ്പം ഈ സന്ദേശത്തിൽ പ്രകടമാകുന്ന അഹങ്കാരഭാവം തന്നെ സാധാരണ വോട്ടർമാരെ അകറ്റാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ വികല്പം ഇല്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളെ എളുപ്പത്തിൽ അംഗീകരിക്കാറില്ലെന്നും നിരീക്ഷകർ പറയുന്നു. അതേസമയം LDF ക്യാമ്പിനകത്ത് പോലും ചിലർ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഇത്തരമൊരു സന്ദേശം പ്രതിപക്ഷത്തിന് ശക്തമായ ആയുധമാകുകയും ഭരണവിരുദ്ധ വികാരം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. എങ്കിലും ഈ പ്രചാരണത്തിന് അനുകൂലമായ ഒരു വാദവും ഉയരുന്നുണ്ട്. ശക്തമായ നേതൃച്ഛായ പ്രദർശിപ്പിക്കുക എന്നതും വികസന പ്രവർത്തനങ്ങൾ ഒരു സ്ഥിരതയുള്ള നേതൃത്വത്തിലൂടെയാണ് മുന്നേറിയതെന്ന സന്ദേശം നൽകുക എന്നതുമാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് LDF വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ഇത്തരം ഒരു പ്രചാരണ രീതി എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വ്യക്തമല്ല. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന സന്ദേശം ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാകുമോ അതോ അഹങ്കാരത്തിന്റെ പ്രതിഫലനമായി മാറുമോ എന്നതാണ് ഇനി കാണേണ്ടത്. മൂന്നാം തവണയും ഭരണത്തിൽ തുടരാൻ ശ്രമിക്കുന്ന LDFന് ഈ പ്രചാരണ തന്ത്രം ഒരു ശക്തമായ ആയുധമാകുമോ അല്ലെങ്കിൽ തിരിച്ചടിയാകുമോ എന്നത് വോട്ടർമാരുടെ അന്തിമ വിധിയിലാണ് ആശ്രയിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കാനാകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ സന്ദേശത്തിനും വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് തുടർഭരണം കിട്ടത്തില്ല എന്ന് പറയുന്ന അതായത് LDFന് മൂന്നാമത്തെ പ്രാവശ്യം ഭരണം കിട്ടത്തില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ശ്രീ പിണറായി വിജയൻ്റെ പടം ഈ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാത്രം പടം കേരളത്തിൻ്റെ തെക്കോടങ്ങ് വടക്ക് വരെ പ്രചരിപ്പിച്ചതുകൊണ്ട് ആ പിണറായി വിജയൻ്റെ മുഖം കാണുന്ന ഞാനല്ലാതെ വേറെ ആരുണ്ട് ഇവിടെ, ഞാനല്ലാതെ വേറെ ഒരുത്തനും ഇവിടെ ഇല്ല എന്നുള്ള അഹങ്കാരം നിറഞ്ഞ ആ ഒരു മെസ്സേജ് കാണുന്നവരൊക്കെ തന്നെ ചക്കയ്ക്കോ മാങ്ങായ്ക്കോ ഏണിക്കോ കോണിക്കോ ഓട്ടോയ്ക്കോ ബസ്സിനോ ഒക്കെ വോട്ട് കുത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് LDF ക്യാമ്പിലുള്ളവർ തന്നെ പറയുന്നത്. കാരണം ഇത്രയും അഹങ്കാരം നിറഞ്ഞ ഒരു സന്ദേശം ഇലക്ഷൻ സമയത്ത് ഒരാളുടെ മാത്രം പടവും വെച്ച് ഞാനല്ലാതെ വേറെ ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആരുണ്ട്, ആ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം തന്നെ കള്ളത്തരമാണ്. ഇവിടെ എല്ലാവർക്കും തൊഴിൽ കൊടുത്തു, എല്ലാവർക്കും ഭൂമി കൊടുത്തു, എല്ലാവർക്കും വീട് കൊടുത്തു, ഇവിടെ എല്ലാ ഹൈവേ പണിതു എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും റേഷൻ കൊടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഞാനല്ലാതെ മറ്റൊരാളുണ്ട് ഇതൊക്കെ ചെയ്യാനെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് തന്നെ മൂന്നാം ഭരണം ശ്രീ പിണറായി വിജയൻ ഏതായാലും വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തു എന്നുള്ളതാണ് പലരും പറയുന്നത്.